ഹലോ എവരി വൺ. ഇന്ന് നമ്മളിവിടെ കവർ ചെയ്യാൻ പോകുന്നത് എക്സംഷനെ കുറിച്ചാണ്. എക്സംഷൻ ആപ്ലിക്കബിൾ ആവുന്നത് GSTയുടെ നോട്ടിഫിക്കേഷൻ നമ്പർ 12/2017 പ്രകാരമാണ്. ആ 12/2017 ലീഗൽ സെക്ടറിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള എൻട്രി നമ്പർ 45 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൂന്ന് കാര്യങ്ങളാണ് എക്സംഷൻ ആയിട്ട് പറയുന്നത്. കാരണം നമ്മളിത് GSTയിലെ എക്സംഷനാണ് കവർ ചെയ്യുന്നത്. അപ്പം ഈ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ആർബിട്രൽ ട്രൈബ്യൂണൽ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ്. രണ്ട്, പാർട്ട്ണർഷിപ്പ് ഫേം ഓഫ് അഡ്വക്കേറ്റ്സ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ അഡ്വക്കേറ്റ്സ്. മൂന്ന്, പിന്നെ സീനിയർ അഡ്വക്കേറ്റ്. ഇങ്ങനെ മൂന്നായിട്ടാണ് ഇതിൽ എൻട്രിയെ തരംതിരിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫസ്റ്റ് കേസായ ആർബിട്രൽ ട്രൈബ്യൂണൽ ഒരു വ്യക്തിക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അത് എക്സംപ്റ്റ് ആണ്. ഇവിടെ പറയുന്നത് സർവീസസ് പ്രൊവൈഡഡ് ബൈ ആൻ ആർബിട്രൽ ട്രൈബ്യൂണൽ ടു എനി പേഴ്സൺ അതർ ദാൻ എ ബിസിനസ് പേഴ്സൺ. അതിനർത്ഥം ബിസിനസ് പേഴ്സൺ ആണെങ്കിൽ ടാക്സബിൾ എന്നും മറ്റ് വ്യക്തികൾക്കാണെങ്കിൽ അത് എക്സംപ്റ്റ് എന്നുമാണ്. രണ്ടാമത്തെ കാര്യം പറയുന്നത് എന്താണ്? എ ബിസിനസ് എൻറ്റിറ്റി വിത്ത് ടേൺ ഓവർ അപ് ടു സച്ച് എമൗണ്ട് ഇൻ ദ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ മേക്കിംഗ് ഇറ്റ് എലിജിബിൾ ഫോർ എക്സംഷൻ അണ്ടർ ദ GST ആക്ട്. അതായത് GST ആക്ട് പ്രകാരം ഗുഡ്സിന് 40 ലക്ഷവും സർവീസിന് 20 ലക്ഷവുമാണ് രജിസ്ട്രേഷൻ്റെ ലിമിറ്റായിട്ട് പറയുന്നത്. ആ ലിമിറ്റ് എക്സീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സംപ്റ്റ് അല്ല, ടാക്സബിൾ ആണ്. പക്ഷേ അതിൽ താഴെയാണെങ്കിൽ എന്താണ്? ആർബിട്രറി ട്രൈബ്യൂണൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് എക്സംപ്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ലോക്കൽ അതോറിറ്റി അവർക്കും ലീഗൽ സർവീസ് ആർബിട്രൽ ട്രൈബ്യൂണൽ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതും എക്സംപ്റ്റ് ആണ്. ഇതാണ് ഫസ്റ്റ് സിനാരിയോ കവർ ചെയ്യുന്നത്. സെക്കൻഡ് സിനാരിയോ പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഫേം ഓഫ് അഡ്വക്കേറ്റ്സ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആസ് ആൻ അഡ്വക്കേറ്റ്, അങ്ങനെയാണ് പറയുന്നത്. പാർട്ട്ണർഷിപ്പ് ഫേം ഓഫ് അഡ്വക്കേറ്റ് ആകാം, അല്ലെങ്കിൽ ഒരു വ്യക്തി ഇൻഡിവിജ്വൽ അഡ്വക്കേറ്റ് ആകാം. ഇവർ ലീഗൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ആർക്കൊക്കെ? ഒന്നുകിൽ ആ ലീഗൽ സർവീസ് പാർട്ട്ണർഷിപ്പ് ഫേം ഓഫ് അഡ്വക്കേറ്റ് ആകാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ അഡ്വക്കേറ്റ് ആകാം. ബാക്കിയെല്ലാം മുകളിൽ പറഞ്ഞ പോലെ എനി പേഴ്സൺ അതർ ദാൻ ബിസിനസ് എൻറ്റിറ്റി, അല്ലെങ്കിൽ എന്താണ് ബിസിനസ് എൻറ്റിറ്റി അവരുടെ ടേൺ ഓവർ GST ആക്ട് പ്രകാരം താഴെയാണ് എങ്കിൽ, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിൽ അത് എക്സംപ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ടാക്സബിൾ വരുന്ന ഏത് കേസസ് ആണ്? ബിസിനസ് എൻറ്റിറ്റിയുടെ ടേൺ ഓവർ എത്രയ്ക്ക് മുകളിൽ? 20 ലക്ഷത്തിനും 40 ലക്ഷത്തിനും മുകളിലാണ് എങ്കിൽ അത് ടാക്സബിൾ ആണ്. അതാണ് പറയുന്നത് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. അപ്പം സർവീസസ് പ്രൊവൈഡഡ് ബൈ പാർട്ട്ണർഷിപ്പ് ഫേം ഓഫ് അഡ്വക്കേറ്റ്സ് ഓർ ഇൻഡിവിജ്വൽ അഡ്വക്കേറ്റ് ബൈ വേ ഓഫ് ലീഗൽ സർവീസ് ടു അഡ്വക്കേറ്റ് ഓർ പാർട്ട്ണർഷിപ്പ് ഫേം ഓഫ് അഡ്വക്കേറ്റിന് എക്സംപ്റ്റ് ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഇഫ് സർവീസ് ഇസ് പ്രൊവൈഡഡ് ബൈ പാർട്ട്ണർഷിപ്പ് ഫേം ഓഫ് അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ അഡ്വക്കേറ്റ് ടു അനദർ പാർട്ട്ണർഷിപ്പ് ഫേം ഓഫ് അഡ്വക്കേറ്റ് ഓർ ലീഗൽ ഇൻഡിവിജ്വൽ അഡ്വക്കേറ്റ് ആണെങ്കിൽ അത് എക്സംപ്റ്റ് ആണ്. പക്ഷേ ഓർത്തിരിക്കുക, സീനിയർ അഡ്വക്കേറ്റിൻ്റെ കേസിൽ സീനിയർ അഡ്വക്കേറ്റ് ലീഗൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണ് എങ്കിൽ ആർക്ക്? പാർട്ട്ണർഷിപ്പ് ഫേം ഓഫ് അഡ്വക്കേറ്റിനോ ഇൻഡിവിജ്വൽ അഡ്വക്കേറ്റിനോ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് ടാക്സബിൾ ആണ്. അതാണ് അതിൽ മെയിനായിട്ട് മൂന്നാമത്തെ പോയിന്റിൽ വ്യത്യാസം. ഒന്നുകൂടെ പറയാം, സീനിയർ അഡ്വക്കേറ്റ് ലീഗൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ആർക്ക്? പാർട്ട്ണർഷിപ്പ് ഫേം ഓഫ് അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ അഡ്വക്കേറ്റ് എങ്കിൽ അത് ടാക്സബിൾ ആണ്. അപ്പം ലീഗൽ സർവീസ് ഇൻക്ലൂഡ്സ് ലീഗൽ റെപ്രസെൻറ്റേഷണൽ സർവീസസ്. 3 കാറ്റഗറിയാണ് നമുക്ക് എൻട്രി നമ്പർ 45 ഉള്ളത്. അതിൽ നമ്മൾ ആർബിട്രൽ ട്രൈബ്യൂണൽ പറഞ്ഞു കഴിഞ്ഞു. സെക്കൻഡ്, പാർട്ട്ണർഷിപ്പ് ഫേം ഓഫ് അഡ്വക്കേറ്റും ഇൻഡിവിജ്വൽ അഡ്വക്കേറ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. തേർഡ് വൺ എന്ന് പറയുന്നത് സീനിയർ അഡ്വക്കേറ്റ് ആണ് ബൈ വേ ഓഫ് ലീഗൽ സർവീസ്. അത് ആർക്കൊക്കെ തന്നെയാണ്? നോക്കൂ, ഒരു വ്യക്തിക്ക് അതർ ദാൻ ബിസിനസ് എൻറ്റിറ്റി. ഫസ്റ്റ് കേസ് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ അതർ ദാൻ ബിസിനസ് എൻറ്റിറ്റി. അപ്പം സീനിയർ അഡ്വക്കേറ്റ് വ്യക്തിക്കാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അത് എക്സംപ്റ്റ് ആണ്. പക്ഷേ അത് ബിസിനസ് എൻറ്റിറ്റിക്കാണ് എങ്കിൽ അവരുടെ ടേൺ ഓവർ 20ക്കും 40ക്കും മുകളിൽ പോവുകയാണ്, 20 ലാക്സും 40 ലാക്സിനും മുകളിൽ പോവുകയാണെങ്കിൽ ടാക്സബിൾ ആണ്. അതിന് താഴെയാണെങ്കിൽ എക്സംപ്റ്റ് ആണ്. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്. ഈ മുകളിലത്തെ ക്ലോസുമായിട്ട് എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സീനിയർ അഡ്വക്കേറ്റ് പാർട്ട്ണർഷിപ്പ് ഫേമോ അല്ലെങ്കിൽ മറ്റൊരു അഡ്വക്കേറ്റിനോ സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് ടാക്സബിൾ ആണ്. അതാണ് മെയിൻ വ്യത്യാസം ഇവിടെ ഓർത്തിരിക്കേണ്ടത്. ഒരു സീനിയർ അഡ്വക്കേറ്റ് ലീഗൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണ് അഡ്വക്കേറ്റിനോ പാർട്ട്ണർഷിപ്പ് ഫേം ഓഫ് അഡ്വക്കേറ്റിനോ എങ്കിൽ അത് ടാക്സബിൾ ആണ്. ഓക്കെ, ഇത്രയാണ് ഇതിനകത്ത് മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത്. പിന്നെ ഓർത്തിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലീഗൽ സർവീസിന് റിവേഴ്സ് ചാർജ് വഴിയാണ് ടാക്സ് അടയ്ക്കേണ്ടത്. എന്താണ് റിവേഴ്സ് ചാർജ്? റിവേഴ്സ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GSTയിൽ ഫോർവേഡ് ചാർജും ഉണ്ട്, റിവേഴ്സ് ചാർജും ഉണ്ട്. സപ്ലയർ ആണ് പേ ചെയ്യുന്നതെങ്കിൽ ഫോർവേഡ് ചാർജ് എന്നും, അല്ലാത്ത കേസിൽ
സർവീസ് റിസീവ് ചെയ്യുന്ന ആളാണ് പേ ചെയ്യുന്നതെങ്കിൽ റിവേഴ്സ് ചാർജിലാണ് പേ ചെയ്യേണ്ടത്. അപ്പം എന്താണ് RC ഇവിടെ എന്താണ് ടാക്സബിൾ ആണ് എങ്കിൽ അത് റിവേഴ്സ് ചാർജിലാണ് പേ ചെയ്യേണ്ടത്. ലീഗൽ സർവീസിൽ നമ്മൾ എന്താണ് റെപ്രസെൻറ്റേഷൻ സർവീസ് ഇൻക്ലൂഡ് ചെയ്യും. അതുപോലെ ലീഗൽ സർവീസ് പ്രൊവൈഡഡ് ബൈ എന്താണ് ഫേം ഓഫ് അഡ്വക്കേറ്റ്സ് ടു എ പേഴ്സൺ അതർ ദാൻ ബിസിനസ് എൻറ്റിറ്റി ആണെങ്കിൽ അത് എക്സംപ്റ്റ് ആണ്. ഇത്രയാണ് നമ്മുടെ എൻട്രി നമ്പർ 45 കവർ ചെയ്യാനുള്ളത്.